പുത്തൻ വീട്ടിലെത്താൻ തോന്നി. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. രാവിലെ എഴുന്നേറ്റ് വരുന്ന ഭരത്തിനോട് സമ്മതമാണോ എന്ന് ശ്യാമള ചോദിച്ചു. ഇല്ലമ്മേ, എനിക്ക് പറ്റില്ല. ഇതെൻ്റെ അഭിമാന പ്രശ്നമാണ്. അല്ല, ഇതിന് ലച്ച് സമ്മതിച്ചോ? ഭരത്ത് ശ്യാമളയെ നോക്കി ചോദിച്ചു. സമ്മതിച്ചു. ശ്യാമള പറഞ്ഞതും ഭരത്ത് ഞെട്ടിലൂടെ നിന്നു. മോനെ, ഞാൻ വാക്കുകൊടുത്തു പോയി. ഇനി എനിക്ക് പറ്റില്ല വാക്കിനെ തിരിയെടുക്കാൻ. എൻ്റെ ഏട്ടൻ്റെ കുടുംബം ഇത് വിട്ടാൽ ആത്മഹത്യ ചെയ്യും. എൻ്റെ മോൻ ഒന്ന് കനിയണം, ശ്യാമള ഇടർച്ചോട് പറഞ്ഞു. ഭരത്ത് ഒന്നും മിണ്ടാതെ പുറത്തുപോയി. ബാലന്റെ വീട്ടിൽ കയറിയതും എല്ലാവരും സന്തോഷം കൊണ്ട് ഭരത്തിനെ വരവേറ്റു. ഭരത്തിന്റെ കണ്ണിൽ അവനെ അടിച്ചിറക്കുന്ന കാഴ്ച മുന്നിൽ വന്നതും പരിഹാസത്തോടെ ചിരിച്ചു. മോൻ വാ, ഇരിക്കേ. ബാലൻ ഭരത്തിന്റെ കയ്യിൽ പിടിച്ച് കസേരയിലിരുത്തി. ഭരത്ത് ഒന്നും മിണ്ടാതെ കസേരയിലിരുന്നു. മോളെ ലച്ചു, ബാലൻ അകത്തു നോക്കി വിളിച്ചു. കുറച്ചു സമയമായതും ലച്ചു ഭരത്തിന്റെ അടുത്ത് വന്നു, കൂടെ ഗോകുലയും. മോനെ, ഒരുപാട് നന്ദി. എന്നോട് പൊണ്ണ് നീ കല്യാണം പണിപ്പെണ്ണ് കൊഞ്ചുമെന്ന് എനിക്കല്ലേ? കൈകുമ്പിട്ട് ഗോകുല പറഞ്ഞു. ഭരത്ത് പുച്ഛത്തോടെ ചിരിച്ചു. ലച്ചു ഒന്നും മിണ്ടാതെ നിന്നു. എനിക്ക് ഇവളോട് കുറച്ച് സംസാരിക്കണം, ഭരത്ത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ലച്ചുവും ഭരത്തും അവളുടെ മുറിയിൽ പോയി. എന്താ ഇതൊക്കെ? നീയും കൂടി അറിഞ്ഞിട്ടാണല്ലേ ഇതൊക്കെ? ഭരത്ത് ദേഷ്യത്തിൽ ചോദിച്ചു. ലച്ചു ഒന്നും മിണ്ടാതെ കരഞ്ഞു. ഒരിക്കൽ നിന്നെ ഒരുപാട് സ്നേഹിച്ചു, പ്രണയിച്ചു, സത്യമാണ്. പക്ഷെ ഇപ്പോൾ നീ എൻ്റെ മനസ്സിലില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ജാസ്മിൻ മാത്രമാണ്. അവളല്ലാതെ മറ്റൊരു പെണ്ണും ഇനി എൻ്റെ ജീവിതത്തിൽ കടന്നു വരില്ല, ഭരത്ത് ദേഷ്യത്തിൽ പറഞ്ഞു. ഏട്ടാ, എൻ്റെ വാക്കിന് ഇവിടെ ആരാ വില വെച്ചത്? ഞാൻ പറഞ്ഞു നോക്കി, കേട്ടില്ല. എല്ലാം ഇവരുടെ തീരുമാനമാണ്. ഞാൻ എന്തോ ചെയ്യാൻ? ലച്ചു നിസ്സഹായതയോട് ചോദിച്ചു. അതെന്തോ എനിക്കറിയണ്ട. എനിക്ക് കല്യാണം വേണ്ട. എനിക്ക് സമ്മതമല്ല. നീ വേണം പറഞ്ഞു മനസ്സിലാക്കാൻ, ഭരത്ത് പറഞ്ഞുകൊണ്ട് ഡോർ തുറന്നുപോയി. പുത്തൻ വീട്ടി. എല്ലാവരും വന്നോ? റീത്താമ്മച്ചി ഗൗരവത്തിൽ ചോദിച്ചു. എല്ലാവരും ഒന്നും മനസ്സിലാതെ പരസ്പരം നോക്കി. ആര്യൻ ഒന്നും മനസ്സിലാതെ റീത്താമ്മച്ചിയെ നോക്കി. അലീന, ജോസ്, റീത്താമ്മച്ചി ഉച്ചത്തിൽ വിളിച്ചു. എന്നതാമ്മച്ചി? രണ്ടുപേരും ഒന്നും മനസ്സിലാതെ റീത്താമ്മച്ചിയുടെ മുന്നിൽ വന്നു. നിങ്ങൾക്ക് വീടുണ്ടോ? റീത്താമ്മച്ചി ചോദിച്ചു. ഓ ഉണ്ട്, രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അച്ചി വീട്ടിൽ നിന്ന് കൊതി തീർന്നില്ലടാ ജോസേ. അല്ലേലും ആണുങ്ങൾക്ക് ചേരുന്നതാണോ ഇതൊക്കെ? റീത്താമ്മച്ചി പുച്ഛത്തോട് ചോദിച്ചു. അമ്മച്ചി, രണ്ടുപേരും ഞെട്ടലോടെ വിളിച്ചു. ആര്യൻ ഒന്നും മനസ്സിലാതെ നോക്കി. ഒന്നും പറയണ്ട, ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് പോകണം. ഇനി കുറച്ചു കാലത്തേക്ക് ഇങ്ങോട്ട് കണ്ടുപോരുത്, റീത്താമ്മച്ചി തറപ്പിച്ച് പറഞ്ഞു. രണ്ടുപേരും വേദനയുടെ തലയാട്ടി. ഡാനി, ലിസ, റീത്താമ്മ അടുത്തവരെ വിളിച്ചു. നിനക്ക് വീടില്ലേ ഡാനി? അച്ചി വീട്ടിലെ ചിലവിൽ ജീവിക്കാനാണോ നിങ്ങൾക്കിഷ്ടം? റീത്താമ്മച്ചി കടുപ്പത്തോട് ചോദിച്ചു. ഞങ്ങളും പൊയ്ക്കോളാം അമ്മച്ചി, ഡാനി മെല്ലെ പറഞ്ഞു. എല്ലാരും ഇപ്പോൾ തന്നെ ഇറങ്ങണം, വൈകണ്ട കേട്ടല്ലോ, റീത്താമ്മച്ചി എല്ലാരും നോക്കി പറഞ്ഞു. മോളെ ജാസ്മിൻ, റീത്താമ്മച്ചി വിളിച്ചു. എന്താ അമ്മച്ചി? ജാസ്മിൻ അടുത്തൊന്ന് ചോദിച്ചു. ഹോസ്റ്റൽ ഫീസ് ആൽബി കെട്ടിയതാണല്ലോ, നിനക്ക് പഠിക്കാവുന്നില്ലേ? നീ ഹോസ്റ്റലിൽ പോയി പഠിക്കുക. ഞാൻ വിളിച്ചാൽ മാത്രം ഇങ്ങോട്ട് വരിക, മനസ്സിലായോ? റീത്താമ്മ പറഞ്ഞതും ഒന്നും മനസ്സിലാതെ ജാസ്മിൻ തലയാട്ടി. അമ്മച്ചി, എന്താണ് ഇതൊക്കെ? എല്ലാരെയും പറഞ്ഞയച്ചു, നമ്മൾ മാത്രമാണോ? ആര്യൻ ആവേശത്തോട് ചോദിച്ചു. അതെ മോനെ, നിന്നോട് തനിച്ചിരിക്കണം. തരാൻ മറന്നുപോയ സ്നേഹം നിനക്ക് ഞാൻ തരണം. അതിന് ഇവരൊക്കെ തടസ്സമാണ് മോനെ, റീത്താമ്മച്ചി ആര്യനെ തലോടിക്കൊണ്ട് പറഞ്ഞു. ആര്യൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ജാസ്മിൻ തൻ്റെ മുറിയിൽ പോയി ഭരത്തിനെ വിളിച്ചു. ശ്യാമള കാൽ വരുന്നത് നോക്കി. ജാസ്മിൻ കാളിങ്. കാൽ വന്ന് കട്ടായി.
ജാസ്മിൻ പിന്നെയും വിളിച്ചു. ആ സമയം കുളി കഴിഞ്ഞ് ഭരത് വന്നു. ആരാ ഈ ജാസ്മിൻ? ശ്യാമള ചോദിച്ചു. ആൽബിയുടെ സഹോദരി. ഫലത്ത് തല തോർത്തിക്കൊണ്ട് പറഞ്ഞു. ഓ, ഇതാണല്ലേ നിന്റെ കാരണം? ശ്യാമള ചോദിച്ചു. അതെ, എനിക്ക് ജാസ്മിനെ ഇഷ്ടമാണ്, അവൾക്ക് എന്നെയും, ഭരത് പറഞ്ഞു. ജാസ്മിൻ പിന്നെയും വിളിച്ചു. ശ്യാമള അതിനെ കട്ടാക്കി വിട്ടു. അമ്മേ, എന്താണ് ഈ കാണിക്കുന്നത്? ഭരത് അമർഷത്തോട് ചോദിച്ചു. മോനെ, ജാസ്മിൻ്റെ തറവാട് നീ ഒന്ന് മനസ്സിലാക്കണം. മാത്രമല്ല നമ്മുടെ കുലം ഗോത്രം ഒന്നും നീ മറക്കരുത്. ഈ ബന്ധം നടക്കില്ല. നടന്നാൽ ഞാൻ ജീവനോടെ കാണില്ല. ലച്ചു, അവൾക്ക് അബദ്ധം പറ്റി. അത് നമ്മൾ തന്നെ ക്ഷമിക്കണം. മോൻ ഇവളെ മറന്ന് ലച്ചുവിനെ നീ കെട്ടണം. അല്ല, ഇവൾ തന്നെ വേണമെങ്കിൽ ഒരു മുഴം കയറി ഞാൻ അവസാനിപ്പിക്കും. ഇനി നീ തീരുമാനിക്കേ. മൊബൈൽ ഭരത്തിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ശ്യാമള പോയി. ഭരത് ഒന്നും മിണ്ടാനാകാതെ ബെഡിലിരുന്നു. അതേസമയം ജാസ്മിൻ ഭരത്തിനെ വിളിക്കുന്നു. മൊബൈൽ സ്വിച്ച് ഓഫ് എന്ന് കാണിക്കുന്നു. ജാസ്മിൻ ഒരു പൊട്ടിക്കരച്ചിലൂടെ ബെഡിലിരുന്നു. എന്തു പറ്റി? ജാസ്മിൻ മനസ്സിലാലോചിച്ച് പൊട്ടിക്കരഞ്ഞു. ജാസ്മിൻ ആൽബിയെ വിളിച്ച് കാര്യം പറഞ്ഞു. ആൽബി ജാസ്മിനെ ആശ്വസിപ്പിച്ചെങ്കിലും അവൾക്ക് ഒരു സമാധാനവും കിട്ടിയില്ല. ആൽബി ഭരത്തിനെ വിളിച്ചു. ഭരത്ത് കട്ടാക്കി. ആൽബി ദേഷ്യത്തിൽ അടുത്തും വിളിച്ചു. അപ്പോൾ ഭരത്തിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. പുത്തൻ വീട്ടിൽ നിന്ന് എല്ലാവരും അവരവരുടെ വീട്ടിലോട്ട് പോയി. ജാസ്മിൻ ഹോസ്റ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങി. എല്ലാവരും പോയതിനു ശേഷം അമ്മച്ചി, ആര്യൻ റീത്താമ്മച്ചിയുടെ അടുത്തുനിന്ന് വിളിച്ചു. എന്നതാ മോനി? റീത്താമ്മച്ചി ആര്യനെ നോക്കി ചോദിച്ചു. ഇതെന്താ എല്ലാരെയും വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞു, നമ്മൾ മാത്രമായതെന്താ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആര്യൻ ഒന്നും മനസ്സിലാതെ ചോദിച്ചു. റീത്താമ്മച്ചി ചിരിയോടെ തന്റെ മുറിയിൽ പോയി തന്റെ ഭർത്താവിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് കസേരയിലിരുന്നു. ഇച്ചായ, ദേഷ്യമാണോ ഈ റീത്തയോട്? നിറകണ്ണോടെ റീത്താമ്മച്ചി ചോദിച്ചു. ആര്യൻ ആ സമയം മുറിയിൽ വന്നു. അമ്മച്ചി, ആര്യൻ അടുത്തൊന്ന് വിളിച്ചു. മോനെ, വാ ഇരിക്കേ. റീത്താമ്മച്ചി ആര്യനെ പിടിച്ച് കട്ടിലിരുത്തി. ഇതാ നിന്റെ അപ്പച്ചൻ, ഈ കുടുംബത്തിന്റെ നാഥൻ. ആ ഫോട്ടോയെ കാണിച്ചുകൊണ്ട് റീത്താമ്മച്ചി പറഞ്ഞു. ആര്യൻ ഒന്നും മിണ്ടാതെ ആ ഫോട്ടോയെ നോക്കി. മോനെ, നിന്റെ അപ്പച്ചനുണ്ടല്ലോ, വലിയ ദാനശീലനാണ്. കരഞ്ഞു വരുന്നവർക്ക് കൈനിറച്ച് കൊടുത്തു വിടുന്നവനാണ്. പക്ഷെ കലിപ്പനാണ്. ആ സ്വഭാവം നമ്മുടെ ആൽബി മോനോട് കേട്ടോ. എൻ്റെ ഇച്ചായൻ കരഞ്ഞിട്ടില്ല. പക്ഷെ മോനെ ഞാൻ പ്രസവിച്ച് ആൽബി ആ കൈകളിൽ ഏൽപ്പിച്ചപ്പോൾ എൻ്റെ ഇച്ചായൻ പൊട്ടിക്കരഞ്ഞു. അത് നിന്നെ ഓർത്ത് മാത്രം. ഒരു മോനെ തൻ്റെ കയ്യിലെടുത്തപ്പോൾ മറ്റൊരു മോൻ്റെ മരണം ഓർത്തിട്ടാകും ആ വേദന. അതിനുശേഷം എൻ്റെ ഇച്ചായൻ ചിരിച്ചു കണ്ടിട്ടില്ല. എപ്പോഴും ഒരു മുറിയിൽ തന്നെ, ആർക്കോ വേണ്ടി ജീവിച്ചു. ആൽബി മോൻ്റെ ഓരോ ബർത്ത്ഡേ വരുമ്പോഴും ആഘോഷമില്ലാത്ത ദിവസമായിരുന്നു. നെടുവീർപ്പോടെ റീത്താമ്മച്ചി പറഞ്ഞു. അതുകൊണ്ടാണല്ലോ എന്നെ വിറ്റത്. പുച്ഛത്തോടെ ആര്യ മനസ്സിലോർത്തു. മോനെ, ദാ പെട്ടിയെടുക്ക്. റീത്താമ്മച്ചി ഒരു പെട്ടിയിൽ കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആര്യൻ അതിനെടുത്ത് റീത്താമ്മയുടെ കയ്യിൽ കൊടുത്തു. റീത്താമ്മച്ചി അതിനെ തുറന്ന് കുറച്ച് പത്രം അവന് നേരെ നീട്ടി. ആര്യൻ ഒന്നും മനസ്സിലാതെ അതിനെ തുറന്നു നോക്കി. മോനെ, ഇത് നിന്റെ സ്വത്താണ്. നിനക്ക് വേണ്ടി അപ്പച്ച മാറ്റി വെച്ചതാ. റീത്താമ്മച്ചി പറഞ്ഞതും ആര്യൻ ഞെട്ടലോടെ റീത്താമ്മച്ചിയെ നോക്കി. എൻ്റെ ഇച്ചായന് ഡയറി കുറിക്കുന്ന സ്വഭാവമുണ്ട്. ഞാനോ പിള്ളേരോ അതിനെ തുറന്നു നോക്കാനൊന്നും പോയില്ല. കാരണം എൻ്റെ ഇച്ചായൻ പറയും, അടുത്തവൻ്റെ ഡയറി എടുത്ത് വായിക്കുന്നത് അവൻ്റെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കുന്നത് പോലെയാണെന്ന്. അതുകൊണ്ട് ഞാൻ നോക്കാനൊന്നും പോയില്ല. ഇന്നലെ രാവിലെ ഞാൻ പെട്ടിയെ തുറന്നപ്പോൾ ഒരു ഡയറിയിൽ കുറച്ച് പത്രം അകത്തിരിക്കുന്നത് കണ്ടു. അതിനെടുത്ത് ഒരു പേജ് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ മരിക്കാത്ത എൻ്റെ മോന് വേണ്ടിയുള്ള ഡയറി. ആ ഡയറിയെ എടുത്ത് കൊടുത്തുകൊണ്ട് റീത്താമ്മച്ചി കണ്ണുകൾ തുടച്ചു. ആര്യൻ ഒന്നും മനസ്സിലാതെ ഡയറി മേടിച്ചു. വായിക്കും മോനെ, റീത്താമ്മച്ചി പറഞ്ഞു. ആര്യൻ ഒന്നും മനസ്സിലാതെ ഡയറി തുറന്നു. എൻ്റെ മരിക്കാത്ത മോനു വേണ്ടി ഈ അപ്പച്ചൻ്റെ കുറിപ്പ്. ആര്യൻ വായിച്ചു. ആ വരികളിൽ ആര്യൻ തലോടി. ഒന്നല്ല 9 പിള്ളേരുണ്ടാക്കിയാലും പോറ്റാനുള്ള കഴിവ് ഈ അപ്പച്ചനുണ്ട്.
നിന്നെ കൊടുത്തത് എൻ്റെ മനസ്സോടല്ല മോനെ. മക്കളില്ലാത്തവർ എൻ്റെ കാലിലൊന്ന് വീണപ്പോൾ എനിക്ക് ആ കണ്ണുനീർ കാണാതെ പോകാനായില്ല. അതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ കൊടുത്തു അവർക്ക്. എനിക്കറിയാം എൻ്റെ മോനെ അവർ പൊന്നുപോലെ നോക്കുമെന്ന്. ദാനം കൊടുത്ത് ശീലിച്ചവൻ അവസാനം എൻ്റെ ചോരയെ തന്നെ കൊടുത്തു. അഭിഷേക് വർഷ, അവരിൽ നീ സുരക്ഷിതൻ. എന്നെങ്കിലും നീ തിരികെ വരുമ്പോൾ വിധി ഡയറി നിന്റെ കണ്ണിൽ കാണിക്കുമ്പോൾ നിനക്ക് വേണ്ടി കരുതി വെച്ച എൻ്റെ സമ്മാനമാണ് ഈ പത്രം. എല്ലാരെക്കാളും നിനക്കുള്ള ഓഹരി കൂടുതലാണ്. കാരണം അമ്മച്ചിയുടെ അമ്മിഞ്ഞപ്പാലും അപ്പത്തിൻ്റെ മാറിൻ്റെ ചൂടും ഇല്ലാതെ വളർന്നവന് ഇതൊന്നുമല്ലെന്നറിയാം. എന്നാലും ഇതെൻ്റെ മോന് അർഹതപ്പെട്ടതാ. മക്കളില്ലാത്ത ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ നിന്റെ ജന്മം പുണ്യം നിറഞ്ഞതാ മോനെ. അവരുടെ കണ്ണുനീർ മാറ്റാൻ വേണ്ടി നിന്റെ ജന്മം അവർക്ക് നൽകിയതിൻ്റെ ഒരു കുഞ്ഞു സമ്മാനം. ആര്യൻ വായിച്ചുകൊണ്ട് എഴുന്നേറ്റു. ആര്യൻ ഒന്നും മിണ്ടതെ ഡയറി കൊണ്ട് തൻ്റെ മുറിയിൽ പോയി. തുടരും.